അപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി, തേനൊക്കെ തുറന്നോളി. നമ്മളെ നെയ്യത്ത് വെക്കാൻ കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരോട് ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേജലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ. ഒരിക്കലും ഈ ആറ്റക്കോയത്തങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല. ഞാൻ ആ പറച്ചിൽ നിർത്തിയതാണ്. അദ്ദേഹത്തിന്റെ കഴിവും മികവുമാണ് അഭ്യസ്തവിദ്യരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹത്തിലുള്ള പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു. അതിലെന്താ കാര്യം? ഇവിടെ പല ആളുകളും പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കുന്നില്ലേ? ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്നു. അത് അദ്ദേഹത്തിന്റെ കഴിവാണ്. നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവെച്ചു കൊടുക്കുന്നു. അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിനെ ആ വഴിക്ക് വിട്. അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനത് വാങ്ങിയിട്ടുള്ള ബിരുദധാരികളായ എത്ര ആളുകൾ ആ മജ്ലിസിൽ ഇപ്പുണ്ട്. ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വം സാമാരെ ചോദിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ വർത്താനം നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, നമ്മളൊക്കെ 1000 രൂപയും നെയ്ച്ചോറും പോത്തിറച്ചിക്കും വേണ്ടി ഏത് വിധേനയും വിധേയപ്പെടുന്നവരായി നമ്മളൊക്കെ മാറിയോ? ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ്? ഒരു യഥാർത്ഥ ആലിം എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക്, ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം. അയാളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം. ഇപ്പൊ ഏത് അവസ്ഥയിലായി? സർവമത പ്രാർത്ഥനയൊന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും വിഷയമില്ലെന്നല്ലേ ആളുകൾക്ക് തോന്നുക? ഇതിലൊന്നും ഗൗരവമില്ലേ? ഗുരുവായൂർ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ്. അവരവിടെ നിർവഹിച്ചോട്ടെ. അള്ളാഹുവിന്റെ സ്മരണാർത്ഥം, ഏക ഇലാഹായ അള്ളാഹുവിന്റെ സ്മരണാർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുൽ ഫാത്തിഹ ചെല്ലാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട്, അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം. അള്ളാഹു കാരുണ്യവാനാണ്. അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ? എല്ലാ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? ഹൈന്ദവനും ക്രൈസ്തവനും ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ? പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഇന്ന ആളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ദൃഷ്ടിയാൽ തെറ്റാണോ ശരിയാണോ? അവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരോട് ചോദിക്കും, തെറ്റാണോ ശരിയാണോ? അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഇത് എക്സ്പോസ് ചെയ്ത് പറയാത്തെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബഹുസ്വര സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര്, നമ്മുടെ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു ക്ഷേത്രം, അവിടെ ഒരുപാട് പേര് കാശ് ചെലവഴിച്ച് അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, തീർത്ഥം സ്വീകരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സഹോദരൻ അവിടെ പോയിക്കോട്ടെ, അവർ പ്രാർത്ഥിച്ചോട്ടെ. പക്ഷെ ഞാൻ വീണ്ടും പറയാണ്, പടച്ചവന് വേണ്ടി നമുക്ക് സഗുണാരാധനയില്ല. നമ്മളെല്ലാവരും ബഹുമാനിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്നൊരു മജ്ലിസിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിലൊന്നും ഒരു ഗൗരവമില്ല എന്നാ വരുന്നതെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. സലാത്തുൽ ഫാത്തിഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിയിട്ട് ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം വരെ എന്തിനു വേണ്ടി നിലകൊണ്ട ആളാ? തൗഹീദിന് വേണ്ടി നിലകൊണ്ട ആളല്ലേ? ആ അള്ളാഹുവിന്റെ കീർത്തനങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, ഹബീബായ തങ്ങളുടെ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ മനുഷ്യന്മാരുണ്ടല്ലോ, ആ മനുഷ്യന്മാരിൽ മറ്റു സമൂഹങ്ങളുമുണ്ട്. നമ്മളെല്ലാവർക്കും വേണ്ടി അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തോട് നബിതങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ? നബിതങ്ങൾ അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ പേര് സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ പരിചയപ്പെടുത്തി, ഏകനായ ഇലാഹായ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അവരോട് പറയാണ്, തേനില്ല. ആരുടെ പേരിൽ മന്ത്രിക്കാനാണ് പറഞ്ഞത്? ഏത് മതമാണിത്? ഞാൻ അവിടെ ഇരുന്ന ഉസ്താദന്മാരോട് വളരെ ദയാവായ്പോടുകൂടി ഞാൻ ചോദിക്കുകയാണ്, 1000 രൂപ കൈമടക്ക് ഒരു ഗാന്ധി തല കിട്ടിയാൽ ഏത് നിലക്കും നമ്മൾ കമന്ന് വീഴുവോ? എന്തിനും വഴങ്ങുവോ? നമ്മൾ അതിനെ അറിയാൻ പറ്റുകൊണ്ട് ചോദിക്കുകയാണ്. ഏത് രൂപത്തിലേക്കും വഴങ്ങാൻ പരുവപ്പെടുന്ന രൂപത്തിലേക്ക് നമ്മുടെ മാനസികാവസ്ഥ ആ രൂപത്തിൽ നമ്മൾ ദുർബലപ്പെട്ടു പോയോ? നമുക്കിതിലൊന്നും ഗൗരവം, ഈ തൗഹീദും ശിർക്കൊന്നും ഒരു ഗൗരവമായിട്ട് തോന്നുന്നില്ലേ? നമ്മുടെ ആലിമ്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ സമുന്നതരായ ബഹുമാനപ്പെട്ട AP ഉസ്താദോ ജിഫിരി തങ്ങൾ ആരെങ്കിലും ഈ സമാനമായി ഒരു ഉപമ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടോ? ഞാനിത് പച്ചക്ക് പറയത്തെന്നറിയോ? ഇവിടെ ഒരു ബഹുസ്വര സമൂഹമാകുമ്പം ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവര്
അവര് ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ്. അവരാരാധിച്ചോട്ടെ, അവർ ബഹുമാനിച്ചോട്ടെ, അവർ പ്രാർത്ഥിച്ചോട്ടെ. പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന, വിളിക്കുന്ന, സ്വലാത്ത് ചെല്ലുന്ന മജ്‌ലിസിൽ അത്തരമൊരു പ്രഖ്യാപനം, പ്രിയപ്പെട്ട അറ്റക്കോയത്തങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിന്റെ ഗൗരവം ചോദിച്ചു നോക്ക്. ഞാൻ ഉസ്താമരോട് പറയാണ്, നിങ്ങൾക്ക് ഇതിന്റെ തെറ്റും ശരി അറിയത്തില്ലേ? ഈ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ അറിവും പരിമിതിയും നമുക്ക് അറിയാമല്ലോ. നിങ്ങൾ ഓതി പഠിച്ചവരല്ലേ, നിങ്ങൾ ബിരുദധാരികളല്ലേ, നിങ്ങൾ ഷറഉൽ ഖായിദ നന്നായിട്ട് ഓതിയവരല്ലേ. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് സമര് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല. എന്റെ അബദ്ധമായി നിങ്ങൾ തിരിച്ചു തന്നാൽ മതി, ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം.